ഹായ് ഹലോ ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ വീഡിയോ എന്ന് ചുമ്മാത് പറഞ്ഞതാ. ഇത് പഴയ വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച എടുത്തതാണ്. അപ്ലോഡ് ചെയ്യാൻ ശകലം ലേറ്റായിപ്പോയി. അപ്ലോഡ് ചെയ്യാൻ ലേറ്റായതിന്റെ റീസൺ വന്ന് സാവകാശം പിന്നെ ഞാൻ പറയാം. ഈ റെസിപ്പി വന്ന് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണിത്. നമ്മുടെ അക്കൗണ്ടിൽ ഈ സ്നാക്സിന്റെ റെസിപ്പി ഞാൻ നേരത്തെ ഒരിക്കൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്നാക്സ് തനിച്ച് കഴിച്ചാലും ടേസ്റ്റ് ആണ്. ഈ സ്നാക്സിന്റെ ഒപ്പം ഒരു ചേരുവ കൂടെ ചേർത്ത് നമ്മൾ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ഈ സ്നാക്സിന് നമ്മൾ ചൂസ് ചെയ്യേണ്ട നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴമായിരിക്കണം. നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അടുപ്പത്ത് നമ്മൾ ഒരു അടികനമുള്ള പാത്രം നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ശർക്കര നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ നാട്ടു ശർക്കരയാണ് ഞാൻ ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ട ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ശർക്കര ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ നേന്ത്രപ്പഴം ഒന്ന് ചേർത്ത് കൊടുക്കണം. ശർക്കരയും നേന്ത്രപ്പഴവും നല്ല യോജിച്ച് വരണം. ആ സമയത്ത് നമ്മൾ കുറച്ച് പപ്പടത്തിന് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് പപ്പടത്തെയാണ്. അങ്ങനെ പഴനുറുക്ക് റെഡിയായി വന്നിട്ടുണ്ട്, പപ്പടവും റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം പപ്പടം എല്ലാം പൊടിച്ചിട്ടൊന്ന് വിരകി കഴിക്കേണ്ടതാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കും മക്കളെ. അടിപൊളി ഐറ്റമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് കാണാമേ. ബൈ.